വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് റുട്ടീനാണ് കേട്ടോ. രാവിലത്തെ എത്രയും പെട്ടെന്നൊരു 30 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്ലീനിങ് റുട്ടീനാണ്. അപ്പോൾ രാവിലെ ദിനു ഓഫീസിൽ പോയി, പാത്തു സ്കൂളിൽ വിട്ടു, പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിലേക്ക് കിടക്കുന്നത്. അപ്പം ഒരുപാട് നമ്മൾ ക്ലീനിങ് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതൊക്കെ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് കിച്ചൺ ക്ലീൻ ആയിട്ട് കിട്ടണം കേട്ടോ. കിച്ചൺ ക്ലീൻ ആയിട്ട് കിടന്നാലേ എനിക്കൊരു മനസ്സമാധാനമുള്ളൂ. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞാൻ പാത്രങ്ങൾ കഴുകി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പാത്രങ്ങൾ ലാസ്റ്റ് കാണത്തില്ല. ലാസ്റ്റ് വരുന്ന കുറച്ച് പാത്രങ്ങൾ അവിടെ വെച്ചിട്ടായിരിക്കും പാത്തുവിനെ റെഡിയാക്കി സ്കൂളിൽ വിടാനായിട്ട് പോകുന്നത്. അപ്പം ബാക്കി വരുന്ന പാത്രങ്ങൾ തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴുകുന്നത്. അപ്പം വളരെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു ജോലി ഒതുങ്ങിയ പോലെ തോന്നും. പിന്നെ കുക്കിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കണം. ഒരു ദിവസം നമ്മൾ ലേറ്റായിട്ട് എണീറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ പണി എനിക്ക് തീരാറില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണം. അതേസമയം രാവിലെ എണീക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ 10 മണിക്കുള്ളിൽ എല്ലാ ജോലിയും എൻ്റെ തീരാറുണ്ട് കേട്ടോ. ക്ലീനിങ് സഹിതം എല്ലാ ജോലിയും തീരാറുണ്ട്. പിന്നെ ഞാൻ പാത്രം എല്ലാം കഴുകിയതിന് ശേഷം വാഷ് ബേസിനൊന്ന് ഒരു സ്ക്രബ്ബർ ഇട്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ബേസിൻ കഴുകാനായിട്ടുള്ള സ്ക്രബ്ബർ മാറ്റി വയ്ക്കും. പാത്രം കഴുകി അത്യാവശ്യം മോശമാകുന്ന സ്ക്രബ്ബർ എടുത്ത് നമ്മൾ വാഷ് ബേസിൻ കഴുകാനായിട്ട് മാറ്റും. അങ്ങനെയാണ് കേട്ടോ മാറ്റി വെക്കുന്നത്. അപ്പോൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ആണെങ്കിലും ടൈലിലോട്ടൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ തെറിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടൈലും കൂടെ ഒന്ന് തേച്ച് കഴുകി വിടുന്നുണ്ട്. അപ്പോൾ ആണ്ടെ കഴുകിയതിന് ശേഷം വൈപ്പ് ചെയ്തെടുത്ത് നല്ല വൃത്തിയാക്കി വാഷ് ബേസിൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചൻ്റെ ഈ ഒരു കിച്ചൺ സ്ലാബും അതുപോലെ സ്റ്റൗ ടോപ്പ്, ആ സൈഡിലത്തെ ടൈല്, അവിടെയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ച് അവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ കോളിന് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ കഞ്ഞിയൊക്കെ ആകുമ്പോഴത്തേക്കും തിളച്ച് ചാടുവോ അല്ലെങ്കിൽ പാല് തിളച്ച് ചാടുവോ ഒക്കെ ചെയ്താൽ അപ്പോൾ തന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അത് അവിടെ കിടന്ന് ഉണങ്ങിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി ജോലിയാണ്. കുറേ സമയം എടുക്കും നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തു പോവുക. അങ്ങനെ എല്ലാം മാറ്റി ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റൗവിൻ്റെ അടിയിലും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അടിയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അഴുക്ക് വീണിട്ടുണ്ടാകും. പിന്നെ ഈ പാറ്റ ശല്യങ്ങളൊക്കെ കൂടി വരുന്നൊരു സമയമാണ് ഇനിയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചണിൽ അധികം അഴുക്കും കാര്യങ്ങളും ഒന്നും വരാതെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിയൊക്കെ ഇടുവാണെങ്കിൽ പാറ്റ ശല്യമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്റ്റൗവിൻ്റെ പുറകിൽ എന്തെങ്കിലും കുക്ക് ചെയ്തതിൻ്റെ ഇപ്പോൾ കറിവേപ്പിലയോ അല്ലെങ്കിൽ മുളകൊക്കെ ഇങ്ങനെ തെറിച്ച് വീഴുവാണെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ ഓയിൽ എടുക്കുന്ന ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, അപ്പോൾ അത് ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ വൈപ്സ് വെച്ചിട്ടാട്ടോ തുടയ്ക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഓയിൽ എന്തെങ്കിലും പുറത്തൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലെടുക്കുമ്പോഴത്തേക്കും തിന്നുകയും ചെയ്യും, ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ വൈപ്സ് വെച്ചിട്ട് തുടയ്ക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് തുടച്ച് മാറ്റി. ഇനിയിപ്പോൾ അതേ വൈപ്സ് വെച്ചിട്ട് ഞാൻ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ പോളിസി. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് സ്വിച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പെട്ടെന്ന് അത് ക്ലീൻ ആയി കിട്ടും. നമ്മൾ ഈ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇത് ഓണാക്കുകയോ ഓഫാക്കുകയൊക്കെ ചെയ്യുമ്പം പൊടികളുടെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി അതൊക്കെ ക്ലീൻ ആയി കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുഡൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്പേസ് നമുക്ക് വേണം. കിച്ചൺ നമ്മുടെ ക്ലീൻ ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ വേറെ പാത്രങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്ന് ഒതുക്കി വെക്കുക. കിച്ചണിൽ അധികം പാത്രങ്ങളോ സാധനങ്ങളോ വെക്കാതിരിക്കുകയാണെങ്കിൽ കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. ഒരുപാട് സ്പേസ് നമ്മുടെ കിച്ചൺ ഉള്ള പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും പാത്രങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന കിച്ചണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ചൊക്കെ ഞാൻ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ കിച്ചൺ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അങ്ങനെ കിച്ചൺ എല്ലാം നീറ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്തുവിൻ്റെ 1-2 സോഫ്റ്റ് ടോയ്സ് ഒക്കെ അപ്പുറത്ത് കൊണ്ടുവന്നത് അത് സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. സ്കൂട്ടർ കൊണ്ടുവന്ന് ഹാളിൽ വെച്ചിരുന്നത് അതൊന്ന് തിരിച്ചെടുത്തുകൊണ്ട് വെക്കാൻ പോവാണ്. പിന്നെ രാവിലെ അധികം ക്ലീനിങ്ങിൻ്റെ പരിപാടി എനിക്ക് വരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. തൂത്തുവാരിയും കൂടെ കഴിഞ്ഞിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ പാത്തുവിന് നിരത്താൻ സമയം കിട്ടാറോ ഇല്ല. രാവിലെ 2 പേരും ഓഫീസിൽ പോകുന്നത് കൊണ്ട് തന്നെ നിരത്താൻ സമയം കിട്ടത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ജോലി വരുന്നത് തിങ്കളാഴ്ച ദിവസം കേട്ടോ. ശനി ഞായറും അവധിയായിരിക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കില്ല. അപ്പോൾ തിങ്കളാഴ്ച എനിക്ക് കൂടുതൽ ജോലി ഉണ്ടാകും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ ജോലിയൊക്കെ കുറവായിരിക്കും.
അപ്പോൾ അങ്ങനെ അതാത് സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ഒന്ന് മാറ്റി അതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ ബെഡ്റൂമിലേക്ക് കയറി ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഷീറ്റൊന്ന് മാറ്റി വിരിച്ചിട്ടുണ്ട്. ഇത് ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം കിടക്കുന്ന റൂമാട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ 3-4 ദിവസം കൂടുമ്പോഴൊന്നും മാറ്റാറില്ല. ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് ഷീറ്റ് മാറ്റാറ്. ആരെങ്കിലും വരുമ്പോൾ അന്നേരം ഷീറ്റ് മാറ്റി വിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം തുണി കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ. ക്ലീനിങ് തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ കഴുകാനിടുക. അപ്പം ക്ലീനിങ് കഴിയുമ്പോഴത്തേക്കും തുണി വാഷ് ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് പിന്നെ അതങ്ങ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉണങ്ങി കഴിയുമ്പോൾ അതെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഇപ്പം മഴയായതുകൊണ്ട് തുണി ഉണങ്ങിയൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാട്ടോ. അതേസമയം മഴയില്ലാത്തപ്പം ആ ഒരു വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ കാറ്റ് നല്ലോണം ഉണ്ട്. അപ്പോൾ കാറ്റടിച്ച് കണ്ടില്ലേ, കാറ്റ് നല്ലോണം ഉള്ളതുകൊണ്ട് കാറ്റടിച്ച് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. മഴയാകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടതിന് ശേഷം തലേന്ന് കഴുകിയിട്ടിട്ടുണ്ടായിരുന്ന തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അന്നെന്നുള്ള തുണി അപ്പം തന്നെ മടക്കി പോവുകയാണെങ്കിൽ ഒരു വലിയൊരു ജോലി നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ഏറ്റവും മടിയുള്ള കാര്യമാണ് എനിക്ക് ഈ തുണി മടക്കും, അതുപോലെ തന്നെ പാത്രം കഴുകും. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴുമൊക്കെ എനിക്ക് മടി പിടിക്കും. അപ്പോഴാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ 2-3 ദിവസത്തേക്ക് ഒന്നിച്ച് ചെയ്യേണ്ടതെന്ന് ഓർക്കുമ്പോൾ താനെ അങ്ങ് അന്നുള്ളത് ചെയ്തു പോകും കേട്ടോ. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ തുണി ഓരോരുത്തരുടെയും ഓരോ സെക്ഷനായിട്ട് മടക്കി വെച്ച് അലമാരിക്കത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്വിക്ക് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അപ്പം ചെയ്യാനുള്ള ജോലികൾ മടി പിടിക്കാതെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറേ ജോലിഭാരം കുറയും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ എൻജോയ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു മടിയില്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്